രാവിലെ കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്കുള്ള ഒരുക്കത്തിലാണ് ശ്രീദേവി. ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുമുണ്ട്. ദേവിക്കുഞ്ഞെ, അടുക്കളയിൽ നിന്ന് സാവിത്രി അമ്മയാണ്. ആ വീട്ടിലെ ദേവിയുടെ ആകെയുള്ള കൂട്ട്. ഇത് മാണിക്യമംഗലം ദാമോദരൻ തിരുമേനിയുടെയും ലക്ഷ്മി അന്തർജനത്തിന്റെയും വീട്. ശ്രീദേവി അവരുടെ മരുമകളാണ്. എന്നാൽ ഈ പറഞ്ഞവരാരും ഇന്നീ ഭൂമിയിലില്ല. എന്തിനേറെ പറയുന്നു, അവളെ ആ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയവൻ പോലും അവളെ അവിടെ തനിച്ചാക്കി തൻ്റെതായ ഇഷ്ടങ്ങൾ തേടിപ്പോയി. നിരഞ്ജൻ, എല്ലാവരുടെയും രഞ്ജു. 8 വർഷങ്ങൾക്ക് മുൻപാണ് രഞ്ജുവിൻ്റെയും ദേവിയുടെയും വിവാഹം. ലക്ഷ്മി അമ്മയുടെ ഒറ്റ നിർബന്ധത്തിൽ നടന്നതാണത്. ദേവി ഒരു പാവപ്പെട്ട വീട്ടിലെ മൂത്ത കുട്ടിയാണ്. 3 പെൺകുട്ടികളും ഒരു അനിയനുമാണ് അവൾക്കുള്ളത്. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. ആ സമയത്താണ് രഞ്ജുവിൻ്റെ ആലോചന ദേവിയെ തേടിയെത്തുന്നത്. ആ കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതയും തീർത്തുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അത്. വളരെ ലളിതമായ വിവാഹം. എന്നാൽ വിവാഹ രാത്രിയിൽ തന്നെ രഞ്ജു അവൻ്റെ കാര്യങ്ങൾ തുറന്നു സംസാരിച്ചു. വീട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിവാഹം. അവന് മറ്റൊരു കുട്ടിയെ ഇഷ്ടമാണ്, അന്യമതക്കാരിയായ മെർലിൻ. ഇല്ലത്തെ ആ ഇഷ്ടക്കേടിന് മുൻപിൽ ദേവിക്ക് സ്വന്തമായതാണ് ആ താലി എന്ന് അവൾ ആ രാത്രി തന്നെ മനസ്സിലാക്കി. എന്നാൽ നിരഞ്ജൻ ഒരു തരത്തിലുള്ള അവഗണനയും അവളോട് കാണിച്ചില്ല. ഒരു നല്ല സുഹൃത്ത് എന്നതിനപ്പുറം ആ ബന്ധം പോയതുമില്ല. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ദാമോദരൻ നമ്പൂതിരി അവരെ വിട്ടുപോയി. അതിനുശേഷം നിരഞ്ജനും തൻ്റെ തിരക്കുകളിലേക്ക് യാത്രയായി. പോകുന്നതിന് മുൻപ് ദേവിക്ക് ഒരു വാക്കും കൊടുത്തു. ഒരിക്കലും ആ താലിയിൽ അവളെ തളച്ചിടില്ലെന്ന്. അവൻ്റെ ജീവിതത്തിൽ അവൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ലെന്നൊരു ഉറപ്പ് ആ വാക്കിലുണ്ടായിരുന്നു. ദേവിക്ക് ഒരുതരം നിർവികാരതയായിരുന്നു പിന്നീട്. അവൾ അതിനോടെല്ലാം പൊരുത്തപ്പെട്ടു. കാരണം അവളുടെ കുടുംബത്തിൻ്റെ സുരക്ഷ ഇപ്പോഴും അവളുടെ കയ്യിലാണ്. 2 അനിയത്തിമാരുടെയും വിവാഹം നടത്തി കൊടുക്കാൻ സഹായിച്ചത് നിരഞ്ജനാണ്. 3 വർഷം മുൻപ് ലക്ഷ്മി അമ്മയും പോയി. ലക്ഷ്മി അമ്മയുടെ മരണസമയത്ത് രഞ്ജു വീട്ടിലെത്തിയിരുന്നു. പഴയ അതേ സൗഹൃദത്തോടെ അവളോട് സംസാരിച്ചു. തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴും അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നിനക്ക് വേണ്ടുന്ന അത്രയും നാൾ ഇവിടെ താമസിച്ചോളൂ, അതായിരുന്നു അവൻ അവളോട് പറഞ്ഞത്. പിന്നീട് 3 വർഷമായി ദേവി തനിച്ചാണ്. കൂട്ടിന് സാവിത്രി അമ്മയും. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ അവൾക്ക് തോന്നിയില്ല. 1 വർഷം മുൻപ് അവളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ 2 പേർ കടന്നു വന്നു. ഹരിദേവ് എന്ന സ്കൂൾ അധ്യാപകനും അയാളുടെ മകൾ ഗായത്രിയും. അമ്പലത്തിൽ വെച്ചുള്ള കണ്ടുമുട്ടലിൽ ഗായത്രിയും ദേവിയും നന്നായി അടുത്തു. ചെറുപ്പത്തിൽ അമ്മ മരിച്ച അവൾക്ക് പിന്നീടെല്ലാം ഹരിയായിരുന്നു. ഗായുവിലൂടെ ദേവി ഹരിയുമായും കൂട്ടായി. പാട്ടുപാടാൻ ഇഷ്ടമുള്ള, പുസ്തകങ്ങളേറെ ഇഷ്ടമുള്ള ഒരാൾ. ദേവിയുടെ ശൂന്യതയിൽ അവർ വെളിച്ചം പകരാൻ തുടങ്ങിയിരുന്നു. ദേവിയിലൂടെ അവളുടെ ജീവിതവും അവർ അറിഞ്ഞിരുന്നു. എപ്പോഴോ ഗായു അവളെ ദേവിയമ്മ എന്ന് വിളിച്ചു. ദേവി അത് തിരുത്താൻ പോയില്ല. അവൾ ഇല്ലത്തേക്ക് വരാറുണ്ടായിരുന്നു. ദേവി തിരിച്ച് അവരുടെ വീട്ടിലേക്കും. ഒരിക്കൽ ഗായു ദേവിയോട് ചോദിച്ചു, ഈ ജീവിതകാലം മുഴുവൻ തൻ്റെ അമ്മയായി വരാൻ പറ്റുമോ എന്ന്. ദേവി ഞെട്ടിപ്പോയി. അവൾ വെപ്രാളത്തോടെ തിരിച്ചു പോന്നു. വീട്ടിൽ വന്നവൾ ആകെ അസ്വസ്ഥയായിരുന്നു. തനിക്കതിന് സാധിക്കുമോ? ഈ താലി. അവൾ അത് കയ്യിലെടുത്തു. ഈ താലി ഇന്നൊരു മഞ്ഞ ലോഹം മാത്രമാണ്. രഞ്ജുവേട്ടൻ പറഞ്ഞതുപോലെ ഏത് നിമിഷവും ഇതിൽ നിന്നും സ്വതന്ത്രയാവാം. ആ സമയമാണ് സാവിത്രി അമ്മ അങ്ങോട്ട് വന്നത്. മോളെ, ഒരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കണം. ഇനി എത്ര കാലമാണ് ഇങ്ങനെ തനിയെ? ഒരു തീരുമാനമെടുക്കാൻ സമയമായി. ഗായത്രി എന്നോടെല്ലാം പറഞ്ഞിരുന്നു. സാവിത്രിയമ്മേ, ഞാൻ ആലോചിക്കും മോളെ, നിന്റെ ജീവിതമാണ്. ദേവി പതിയെ പൂമുഖത്തേക്ക് വന്നു. പതിയെ കണ്ണുകൾ അടച്ചു. അവളുടെ മനസ്സിൽ നിരഞ്ജന്റെ മുഖം തെളിഞ്ഞു വന്നു. പെട്ടെന്നൊരു നിമിഷം അത് മാഞ്ഞുപോയി. അവിടെ ഹരിയുടെ മുഖം കടന്നു വന്നു. അവൾ പതിയെ പുഞ്ചിരിച്ചു. ദേവിയുടെ സമ്മതം കിട്ടിയതോടെ ഗായു നിലത്തൊന്നുമല്ല. അവൾ അവർക്ക് 2 ആൾക്കും സംസാരിക്കാനുള്ള ഒരവസരം കൊടുത്ത് അവിടെ നിന്നും മാറി. ദേവി, ഹരി അവളെ വിളിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. കണ്ട നിമിഷം മുതൽ നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ മകളുടെ ദേവിയമ്മയെ ഞാൻ സ്വന്തമാക്കട്ടെ. അവൾ നാണത്തോടെ തലതാഴ്ത്തി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. രഞ്ജുവുമായുള്ള വിവാഹം നിയമപരമായി രേഖപ്പെടുത്താത്തതിനാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ ഒരു ഞായറാഴ്ച അവിടെയുള്ള അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനമായി. നാളെയാണ് വിവാഹം. ദേവി വീട്ടിൽ പോയി അമ്മയുടെ സമ്മതം വാങ്ങിയിരുന്നു. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളത്തെ ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അവൾ ഉമ്മറത്തിരുന്നു. കഴുത്തിൽ കിടക്കുന്ന താലി അത് ഊരിവെക്കേണ്ട സമയമായി. അവൾ അതിൽ പതിയെ തൊട്ടു. ആ സമയത്താണ് പടിപ്പുര കടന്ന് ഒരു കാർ വന്നു നിന്നത്. അതിൽ നിന്നും നിരഞ്ജൻ ഇറങ്ങി. ദേവി ഞെട്ടിത്തരിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. ഇവിടെ നിന്നും പോയപ്പോഴുള്ള ആളല്ല.
ആകെ ക്ഷീണിച്ച് അവശനായിട്ടുണ്ട്. പക്ഷേ ആ കണ്ണുകളിലെ തിളക്കം മാത്രം നഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ ഉമ്മറത്തേക്ക് കയറി. ഒരു നിമിഷം പോലും കാക്കാതെ ദേവിയെ പോയി കെട്ടിപ്പിടിച്ചു. ദേവി ആകെ സ്തംഭിച്ചു പോയി. അവൻ്റെ ചുടുകണ്ണീർ അവളുടെ തോളിൽ വീണുകൊണ്ടിരുന്നു. അവൻ പതിയെ തലയുയർത്തി. ദേവി! ആ വിളിയിൽ ഇപ്പോഴുള്ളത് സൗഹൃദമല്ല, മറിച്ച് സ്നേഹമായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചതിയുടെ കൈപ്പറഞ്ഞു വരികയാണ് ഞാൻ. മെർലിൻ എന്ന തൻ്റെ കാമുകിയുടെ ചതിയിൽ വിഷമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് നിന്റെ മുഖം എൻ്റെ മുന്നിൽ തെളിഞ്ഞത്. തെറ്റുപറ്റിപ്പോയി. ക്ഷമിക്കാൻ കഴിയോ നിനക്കെന്നോട്? അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആ കാലിൽ പിടിച്ചു. രഞ്ജുവേട്ട, എന്താ ഈ കാട്ടണേ? ദേവി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. എന്നോട് പൊറുക്കു ദേവി. അവൻ ഉറക്കെ കരഞ്ഞു. അവൾ അവനെ എഴുന്നേൽപ്പിച്ചു. രഞ്ജുവേട്ടൻ പോയി ഫ്രഷാകൂ. അവൾ അവനെ അകത്തേക്ക് പറഞ്ഞയച്ചു. ദേവിക്ക് ആകെ ഒരു മരവിപ്പ് തോന്നി. ഇനി എന്ത്? ഇത്രയും നേരം തൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് ഒരു ജീവിതത്തിനായി അപേക്ഷിച്ചത് തൻ്റെ കഴുത്തിൽ താലി കിട്ടിയവനാണ്. അതേസമയം അവൾക്ക് മറ്റൊരു മുഖവും ഓർമ്മ വന്നു. നാളെ ഒരു പുതിയ ജീവിതത്തിനായി കാത്തിരിക്കുന്ന ഹരിയുടെ. അവളുടെ നെഞ്ചു വിങ്ങി. എല്ലാം കണ്ടുനിന്ന സാവിത്രി അമ്മ അവളുടെ അരികിൽ വന്നു. അവൾ അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആഗ്രഹിച്ചിട്ടുണ്ട് സാവിത്രി അമ്മേ ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ. എന്നാൽ ഇപ്പോൾ സാധിക്കുന്നില്ല എനിക്ക്. ഞാൻ എന്താ ചെയ്യാം? അവർ അവളെ നിസ്സഹായയായി നോക്കി. ആ സമയത്താണ് ഗായു അവളെ വിളിച്ചത്. ദേവി ഫോൺ എടുത്തു. അവളുടെ ശബ്ദത്തിലെ തളർച്ച അറിഞ്ഞ ഗായു അവളോട് കാര്യം ചോദിച്ചു. രഞ്ജുവേട്ടൻ വന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. കുളി കഴിഞ്ഞിറങ്ങിയ രഞ്ജു ദേവിക്കരികിൽ വന്നു. വിശക്കുന്നു ദേവി, അവൻ പറഞ്ഞു. അവൾ അവന് ഭക്ഷണം വിളമ്പി. ആദ്യ ഉരുള അവൻ ദേവിക്ക് നേരെ നീട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞാണ് ദേവി എത്തിയത്. അവൻ അവളുടെ മടിയിലേക്ക് കിടന്നു. അവളുടെ കൈകളെടുത്ത് തലയിൽ വെച്ചു. ദേവി നിർവികാരതയോടെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അവൻ ഉറങ്ങി. അവൾ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. എല്ലാം നഷ്ടപ്പെട്ട് പുതിയൊരു ജീവിതത്തിനായി തിരികെ വന്നിരിക്കുകയാണ് രഞ്ജുവേട്ടൻ. ആ മനുഷ്യനോട് ഞാൻ എന്താണ് പറയുക? നാളെ തൻ്റെ വിവാഹമാണെന്നോ? അതിന് കഴിയോ എനിക്ക്? എൻ്റെ കുടുംബത്തെ രക്ഷിച്ചത് ഈ തറവാടാണ്. മാത്രമല്ല രഞ്ജുവേട്ടൻ ഒരു നല്ല സുഹൃത്തായിരുന്നു എപ്പോഴും. എന്തു ചെയ്യും ഈശ്വര? ദേവി! ആ വിളി കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. ലക്ഷ്മി അമ്മയാണ്. തനിച്ചാക്കരുത് കേട്ടോ എൻ്റെ കുട്ടിയെ. അമ്മയുടെ അപേക്ഷയാണ്. ദേവി ഞെട്ടി കണ്ണു തുറന്നു. അതെ, അതൊരു സ്വപ്നമാണ്. ആ രാത്രി ദേവി ഒരു തീരുമാനമെടുത്തിരുന്നു. പിറ്റേന്ന് രഞ്ജു ദേവിയെ വിളിച്ചു. നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോകാം. അവൾ സമ്മതിച്ചു. അവിടെ എത്തിയപ്പോൾ ദേവി ഒന്ന് ചുറ്റും നോക്കി. ഇന്ന് തൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്നിടം. അവളൊന്ന് നിശ്വസിച്ചു. ഹരി അവൾക്ക് പ്രസാദം തൊട്ടുകൊടുത്തു. നെറുകയിൽ സിന്ദൂരവും ചാർത്തി. തൊഴുതിറങ്ങുമ്പോൾ അവൾ ഗായുവിനെ കണ്ടു. അവൾ അവരുടെ അടുത്തേക്ക് വന്നു. ദേവിയമ്മേ, അവൾ വിളിച്ചു. ദേവിയുടെ ഉള്ളു പിടച്ചു. ആ സമയമാണ് ഹരി അങ്ങോട്ട് വന്നത്. അവളുടെ നെറ്റിയിലെ സിന്ദൂര ചുവപ്പിലേക്ക് അവനൊന്ന് നോക്കി. ഹായ്, രഞ്ജുവാണ്. ദേവിയുടെ പരിചയക്കാരാണോ? അവൻ ചോദിച്ചു. അതെ, ഞാൻ ദേവിയുടെ ഹസ്ബൻഡാണ്, നിരഞ്ജൻ. അവൻ പരിചയപ്പെടുത്തി. അവരോട് യാത്ര പറഞ്ഞ് ദേവി രഞ്ജുവിനോടൊപ്പം കാറിൽ കയറി. ഒരിക്കൽ പോലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. രാവിലെ കുളി കഴിഞ്ഞ് മുടി കുളിപ്പിന്നൽ കെട്ടി ബാൽക്കണിയിലിരുന്ന് കാപ്പി കുടിക്കുകയാണ് ദേവി. രഞ്ജുവിനോടൊപ്പം ഈ ബാംഗ്ലൂർ നഗരത്തിൽ വന്നിട്ടിപ്പോൾ 2 വർഷം. കഴിഞ്ഞതെല്ലാം ഒരു തിരശീലയിൽ എന്നോണം അവൾക്ക് മുന്നിൽ മിന്നിമറഞ്ഞു. ഇന്ന് താൻ പൂർണ്ണമായും രഞ്ജുവേട്ടൻ്റെ ഭാര്യയാണ്. അവൾ റൂമിലേക്കൊന്ന് നോക്കി. അവിടെ രഞ്ജുവിൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ഒരു വയസ്സുകാരി അല്ലി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇന്ന് ഇവളാണ് തങ്ങളുടെ ലോകം. അവൾ അവർക്കടുത്തേക്ക് നടന്നു. ശുഭം. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.